പുറത്തിറങ്ങാൻ മടിയായിരുന്നെങ്കിലും കുട്ടന്റെ ബുദ്ധിശക്തി അപാരമായിരുന്നു. ഒരു ദിവസം ഉച്ചസമയം ആകാശം തെളിഞ്ഞു നിൽക്കുന്നു. തറവാട്ടിലെ അമ്മമ്മ അടുക്കളയിൽ നല്ല മൊരിഞ്ഞ നെയ്യപ്പങ്ങളുണ്ടാക്കുകയായിരുന്നു. ഏലക്കായുടെയും ശർക്കരയുടെയും നെയ്യിന്റെയും കൊതിയൂറുന്ന മണം വീടാകെ പരന്നു. ആ മണം മിന്നൽ പൂച്ചയുടെ മൂക്കിലേക്കും മാളത്തിലിരുന്ന കുട്ടനെലിയുടെ മൂക്കിലേക്കും ഒരേ സമയമെത്തി. മിന്നൽ പൂച്ച അടുക്കളയുടെ വരാന്തയിൽ ഒരു മയക്കത്തിലായിരുന്നു. മണമടിച്ചതും അവൻ മെല്ലെ കണ്ടു തുറന്നു. ഹാ, എന്തൊരു സുഗന്ധം! ഇന്നെനിക്ക് വിരുന്നാണ്, അവൻ മനസ്സിൽ വിചാരിച്ചു. അവൻ പതുക്കെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ അടുക്കള വാതിൽക്കലേട്ട് നീങ്ങി. അതേസമയം കുട്ടനെലിക്ക് വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ മാളത്തിൽ നിന്ന് തല പുറത്തേക്കിട്ടു. ചുറ്റും നോക്കി. ആരുമില്ല. ഇതാണ് അവസരം. കുട്ടൻ പിറുപിറുത്തു. അവൻ വേഗത്തിൽ എന്നാൽ അതീവ ശ്രദ്ധയോടെ ഭിത്തിയോട് ചേർന്ന് അടുക്കളയിലെ അലമാരയുടെ മുകളിലേക്ക് വലിഞ്ഞുകയറി. അവിടെ ഒരു തളികയിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന നെയ്യപ്പങ്ങൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ വായിൽ വെള്ളമൂറി.